ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കൂന്തൽ റോസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് വീഡിയോ ഇതിൽ വിടാൻ അതിനുവേണ്ടി നമുക്ക് ആ ചെറിയ കൂന്തലാണ് കിട്ടിയിട്ടുള്ളത്. വലിയതാണെങ്കിൽ അതാണ് നല്ലത്. അപ്പൊ എനിക്കൊരു ചെറിയ കൂന്തലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ തൊലിയെല്ലാം നന്നായി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിന്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കി ഉള്ളിലൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം കട്ട് ചെയ്ത് നന്നായി കഴുകിയെടുക്കുക. അപ്പൊ ഇതാ കൂന്തൽ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്താണ്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് ഊറ്റി വെച്ച കൂന്തൽ അതിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പൊ കൂന്തൽ അവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ചേരുവകൾ റെഡിയാക്കാം. അതിനുവേണ്ടി 1.5 സവാള, 1.5 തക്കാളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അങ്ങനെ കൂന്തൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ കൂന്തൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, 1 ടീസ്പൂൺ കോൺഫ്ലവർ, കുറച്ച് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി. ഞാനിവിടെ ലെമൺ ജ്യൂസ് ഇല്ലാത്തതുകൊണ്ട് വിനാഗിരി ഒഴിച്ചത്. അങ്ങനെ മറ്റേ കശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കൂന്തൽ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ 5 മിനിറ്റ് ഒക്കെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം. കൂന്തൽ ഫ്രൈ ചെയ്യുമ്പോൾ മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഞാനിവിടെ മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതാ മൺചട്ടി അടുപ്പത്ത് വെച്ച് ഏത് ചട്ടിയാലും കുഴപ്പമില്ല. ഞാനിവിടെ മൺചട്ടിയാണ് വെച്ചത്. എന്തായാലും ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക്, വെള്ളുള്ളി, കറിവേപ്പൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിന്റെ പൊടികളൊക്കെ ചേർത്ത് സാധാരണ നമ്മൾ കടായി ഉണ്ടാക്കുന്നത് പോലെ തന്നെ റോസ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെയുള്ള മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ മീൻകറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കല്. അതുകൊണ്ട് ഒരു ദോഷം നമുക്ക് ഉണ്ടാവില്ല. ഇന്നിപ്പോ നോൺ സ്റ്റിക്ക്, അലൂമിനിയം അങ്ങനത്തെ ഉണ്ടാക്കി നമുക്ക് ഭയങ്കര കേടാണല്ലോ. ഈ അലൂമിനിയത്തിലൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര കേടാട്ടോ. അതിന് പുളിയൊക്കെ തട്ടിയാൽ പുള്ളിയാവല്ലോ. അപ്പൊ ആ പുള്ളി നമ്മളെ വയറ്റിലേക്ക് എത്തല് ക്യാൻസർ വരെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതാ നമ്മൾ സവാളൊക്കെ ഇട്ട് നന്നായി വഴറ്റി എടുക്കുക. അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. അങ്ങനെ വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ കൊടുക്കുന്നുണ്ട്. അതേപോലെ അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം തക്കാളിയും ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം ഒന്ന് സിമ്മിലിട്ടാണ് മൂടി വെക്കട്ടെ. അങ്ങനെ കുറച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ മൂടി വെച്ചാൽ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ അത് വഴണ്ടി കിട്ടും. പിന്നെ എന്റെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണം, അതേപോലെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യണേ. അങ്ങനെ നമ്മുടെ കൂന്തൽ ഫ്രൈന്റെ ഏകദേശം പണികളുടെ പൂർത്തിയായി. ഈ തക്കാളിയൊക്കെ നല്ല മെൽറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്കുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ആ തക്കാളി ഇവിടെ ഇട്ടതിന് ശേഷം ഇങ്ങനെ മൂടി വെക്കണേ, എന്നാൽ പെട്ടെന്ന് തന്നെ അത് വഴണ്ടി വരും. അപ്പൊ തക്കാളി നന്നായി തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കാം. അതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, അതേപോലെ പെരുംജീരകപ്പൊടി, ഫിഷ് മസാല ഒക്കെ ചേർക്കട്ടോ. അതൊക്കെ നല്ലതാണ്, ഞാനതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് എന്തൊക്കെ പോരാളിലൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം ഇതിലേക്ക് കൂന്തൽ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നു കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ചേർത്തു. നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടെ മൂടി വെച്ചാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൂന്തൽ ഫ്രൈ എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കി എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റിൽ അറിയിക്കൂ. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്താൽ കേട്ടോ. വീഡിയോക്കൊക്കെ ലൈക്ക് കൊടുത്തെങ്കിലേ നമുക്ക് പിന്നെയും വീഡിയോ നല്ല നല്ല വീഡിയോ ഇടാൻ തോന്നുള്ളൂ. അപ്പൊ ഇതാ കൂന്തൽ റോസ്റ്റ് ഇവിടെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ താല്പര്യമുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.